ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് നീ വേണേ ചെയ്തോ, കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയത് കൊണ്ട് ഇപ്പൊ സൈബർ എന്ന് പറയുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും. നിങ്ങൾ കൈയടിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ കയ്യടി വളരെ ജെന്യുവിനായിട്ടുള്ളൊരു കയ്യടിയാണ്. നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. ഇപ്പൊ നിങ്ങൾ കൈയടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, കാരണം നിങ്ങൾ രണ്ടുപേര് കൈയടിച്ചില്ല. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട്. ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ ഒരു ദിവസം ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് തുടർഭരണം എന്നുള്ള വാക്കുകളൊക്കെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പ്രചരണത്തിനൊക്കെ ഇറങ്ങിയത്. അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചു, എടാ നീ എന്താണ് ഓടിച്ചെന്ന് കോൺഗ്രസിൽ ചേർന്നത് നീ ചോദിച്ചു. ഞാൻ ചേർന്നതല്ല, ഞാൻ പണ്ടേ ഉണ്ട്. ഞാൻ കലാലയ കാലത്തൊക്കെ KSUവിന് വേണ്ടി കോളേജുകളിൽ മിമിക്രി കാണിക്കാൻ അതിനൊക്കെ വേണ്ടി പോയിട്ടുണ്ട്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അല്ല, എന്നാലും നീ ഇപ്പൊ ചെന്ന് പെട്ടെന്ന് ചേർന്ന് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇങ്ങനൊരു കാര്യം നീ ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത എന്താണ് എന്നിവൻ ചോദിച്ചു. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞിറക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. ഞാൻ പറഞ്ഞു, എടാ നോക്കൂ, ഇപ്പൊ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം പലതവണ ആവർത്തിച്ച പല കാര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യം, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളൊരു കാര്യം, ഇത്രയും വലിയ ലോക ചരിത്രത്തിൽ ഇത്രയധികം വോട്ടുകൾ 50-60 വർഷം കൊണ്ട് മേടിച്ച മറ്റൊരു പാർട്ടി ലോകത്തെവിടെയും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുപോലെ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഉള്ളപ്പോൾ ഞാൻ വേറെ ഏത് പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത്? അതെന്റെ ഒരു കടമയല്ലേ? ഞാൻ അവിടെയല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്ത് ആശയമാണുള്ളത് എന്ന് ചോദിച്ചു. ചാടി അതൊരു മെയിൻ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആശയം എന്ന് പറയുന്നത്. നമ്മുടെ സമയം തീരെ ശരിയല്ല. അല്ലാതെ 100-150 വർഷം മുമ്പ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് ഒരാൾ എഴുതിയ ഒരൊറ്റ ബുക്കും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് അതുപോലെ നാളെയാവും മറ്റന്നാളാവും അത് കഴിഞ്ഞാൽ ഒരു ദിവസം സ്വർഗം വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഇതിലേക്കായതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് എല്ലാ പണിയും പോണത്. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കണം. അതാണ് കേഡറിന്റെ ഒരു പ്രധാന സിസ്റ്റം. അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ, ആരെങ്കിലുമൊക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ, ഇവര് തിരിച്ചു ചോദിക്കുമല്ലോ, ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ, ഇത് രാത്രി അല്ലല്ലോ, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പുള്ളിന് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിനെ അപ്പം തന്നെ നമ്മൾ വർഗ്ഗശത്രുവായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട്, അതൊക്കെ ഇപ്പം നിങ്ങൾ പറയുന്നില്ല, അത് വേറെ ഐറ്റമാണ് എന്നും പറഞ്ഞ് ഇവനിതിനെ വീണ്ടും വെച്ചു. ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല, കാരണം ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കിയതാന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ട് ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെതിരെ കാര്യമായിട്ടൊന്നും വെറുതെ തർക്കിക്കാൻ നിന്നില്ല. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. ഞാനൊരു സ്റ്റേജിൽ കയറി തമാശ പറയാൻ തുടങ്ങി. എൻ്റെ ഒരു നല്ല തമാശ വരുന്നതിന് മുമ്പ് ആകാശത്തോടൊരു വിമാനം പറന്നുപോയി. ആൾക്കാരെല്ലാം പൊട്ടി ചിരിക്കാൻ തുടങ്ങി വിമാനം കണ്ടപ്പോൾ. ഞാൻ ഓർത്തു, ഇനി പണ്ട് വിമാനത്താവളത്തിനെതിരെ നടത്തിയ വല്ല സമരത്തെക്കുറിച്ച് ഓർത്തൊക്കെ ആയിരിക്കും ഇവർ ചിരിക്കുന്നത്, അല്ലാതെ എന്താണ് ഇപ്പോൾ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത്? നോക്കിയപ്പോൾ അത് താണു പറക്കുന്ന വിമാനമാണ്. നോക്കുമ്പോൾ അതിൽ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ആൾക്കാർ പൊട്ടി ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മിമിക്രി കേൾക്കണം. ഞാൻ ആദ്യമായിട്ട് ഒരു ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ട്രെയിൻ കേട്ട ഉടനെ ഇവർ പിന്നെയും ചിരിക്കാൻ തുടങ്ങി ആൾക്കാർ. ഞാൻ പറഞ്ഞു, നില്ല, ഇത് ഒറിജിനലായിട്ട് എൻ്റെ ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കാനുണ്ട്. അവർ സമ്മതിച്ചില്ല, അവർ ചിരി നിർത്തുന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം ചിരിക്കണ്ട, ഞാനൊരു തമാശ പറയും,
അപ്പം ചിരിച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പം എന്ന് കേട്ട ഉടനെ ഇവര് പിന്നെയും ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റണ്ടേ? ഒരു സ്ഥലത്ത് പോയി നമുക്ക് എന്തെങ്കിലും പറഞ്ഞാലല്ലേ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. എന്ത് പറ്റി രമണ? ഞാൻ അത്തരത്തിൽ ഞങ്ങളുടെ മേഖലയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ആരൊക്കെയാണ് തമാശയുടെ രംഗത്തേക്ക് ഇറങ്ങിയേക്കുന്നതിൽ കയ്യും കണക്കുമില്ല. അപ്പം തോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്റെ കൂട്ടുകാരൻ പിന്നെയും പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഭയങ്കര ഗ്രൂപ്പിന്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അതില്ല. എന്താ കിഴക്കേടത്തുകാരുമായിട്ട് ഒരു പ്രശ്നം? കിഴക്കേടത്തുകാരുടെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞാൻ ചോദിച്ചു, എന്താണ്? അല്ല, നിങ്ങൾക്ക് എ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഐ ഗ്രൂപ്പ് ഉണ്ട്, ഇവര് തമ്മി ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, രണ്ടായാലും ഈ എയും ഐയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്യാമറ വെച്ചപ്പോൾ ഉണ്ടായത്ര പ്രശ്നമൊന്നുള്ളൂ. എയും ഐയും തമ്മിൽ ഇവിടെ ഇല്ല. ഈ ഒരു ഒറ്റ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത്രയും പ്രശ്നമൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ് വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പൊ അവൻ പറഞ്ഞു, നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സൈബർ ശക്തിയെക്കുറിച്ച് നിനക്കറിയില്ല. അടുത്ത ഒരാഴ്ച നിനക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകളും എഴുത്തുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട്. സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് നീ വേണേ ചെയ്തോ. കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയത് കൊണ്ട് ഇപ്പൊ സൈബർ എന്ന് പറയുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. സമരംഗം വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സൈബർ സ്പേസും ഇല്ല, സൈബറും ഇല്ല, ഒന്നുമില്ല. അതവിടെ പറഞ്ഞോട്ടെ. പക്ഷെ കാലം കടന്നുപോയി, കമ്പ്യൂട്ടറുകൾ വന്നു, ഇന്റർനെറ്റ് വന്നു, അതെല്ലാം വന്നു. ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് പോയി ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ളൊരു ദേഷ്യം തീർന്നിട്ടില്ല. നിയമസഭയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ വരെ കണ്ട അപ്പത്തിനെടുത്ത് എറിഞ്ഞു കളയും. അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കേ. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിൻ ഇറ്റ്. എനിവേ വെൽ ഡൺ മൈ ബോയ്. ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക്യൂ സർ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.